പ്രേക്ഷകരുടെ ശ്രദ്ധ പതിയേണ്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 വൃക്കകളും തകരാറിലായി ഗൃഹനാഥൻ കിടപ്പിലായതോടെ പറക്കമുറ്റാത്ത 3 കുട്ടികളുമായി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വിഷമിക്കുകയാണ് കല്ലമ്പലം സ്വദേശി സജീന. വരുമാനം പൂർണ്ണമായും നിലച്ച ഈ കുടുംബം വാടക വീട്ടിലാണ് താമസം. സർക്കാർ APL കാർഡ് കൂടി നൽകിയതോടെ ഒരു ആനുകൂല്യവും ലഭിക്കാതെയായി. പേരൂർ സജീർ ബെൻസിൽ സജീനയാണ് 3 ചെറിയ കുട്ടികളുമായി ഭർത്താവിന്റെ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. 4ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന റോഷന്റെയും രഹാനയുടെയും വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുന്നത് സ്കൂളിലെ സഹായം കൊണ്ട് മാത്രമാണ്. 1.5 വയസ്സുകാരൻ റയാൻ ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ പോലും അയൽക്കാരുടെയും പരിചയക്കാരുടെയും സഹായം കൊണ്ടാണ് നടന്നു പോകുന്നത്. 1.5 വർഷം മുമ്പാണ് സജീനയുടെ ഭർത്താവ് ഷായ്ക്ക് ഹൃദയാഘാതമുണ്ടാകുന്നത്. തുടർന്ന് നടത്തിയ വിശദ പരിശോധനയിൽ 2 വൃക്കകളും തകരാറിലാണെന്ന് വ്യക്തമായി. ആഴ്ചയിൽ 2 ഡയാലിസിസ് നടത്തുന്നതിന് 4000 രൂപയോളം ചിലവാകും. ഓരോ ദിവസവും നമ്മൾ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. ആരെങ്കിലും നാട്ടുകാരും ബന്ധുക്കളെ സഹായിച്ച് ഇത്രയും നാളും കഴിഞ്ഞു. ഇനി എങ്ങോട്ട് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും തെരുവിലോട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ് ഇപ്പം. അടിയന്തരമായി ഒരു വൃക്കയെങ്കിലും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. വൃക്ക നൽകാൻ സജീന തയ്യാറാണെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യസ്തമായതിനാൽ പറ്റില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വന്തമായി വീടില്ലാത്ത ഈ കുടുംബം നഗരൂർ പഞ്ചായത്തിലെ 17ാം വാർഡിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. മക്കളെ അയൽവീടുകളിലാക്കിയാണ് ഭർത്താവിനെ ഡയാലിസിസിനായി കൊണ്ടുപോകുന്നത്. ഇവർക്ക് നൽകിയിരിക്കുന്ന റേഷൻ കാർഡ് ആകട്ടെ APL വിഭാഗത്തിൻ്റെതും. ഇതോടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടു. ഒരു വൃക്കയെങ്കിലും മാറ്റിവെച്ച് ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സമൂഹത്തിൻ്റെ സഹായം തേടുകയാണിവർ. 24 തിരുവനന്തപുരം.